What's up YouTube? നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. സോ ഇന്ന് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ട്രെയിലർ റിയാക്ഷനോ ബാക്കി ഒപ്പീനിയനോ മൂവി റിവ്യൂസോ കാര്യങ്ങളൊന്നല്ല. ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ഒരു സോഷ്യൽ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് സം ഇൻസിഡൻസ്. സോ അതിൽ നമ്മൾ സിനിമാ നടനുമായി ബന്ധപ്പെട്ട ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ. ആ ഇഷ്യൂവിന്റെ ചില റിയാക്ഷൻസും വീഡിയോസും അതിന്റെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ലാലേട്ടനെ കാണാനെത്തിയ കുറച്ച് ഫാൻസ്, അതിൽ കുറച്ച് വയസ്സായ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് ലാലേട്ടനെ കാത്തു നിന്നിട്ട് ലാലേട്ടൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പങ്ക ആൾക്കാർ പറയും. സോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ലാലേട്ടൻ ഒരു പ്രതികരണം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ ആ രണ്ട് വീഡിയോകളൊന്ന് നോക്കി നമുക്ക് എന്റേതായ ഒരു അഭിപ്രായം ഞാൻ അതിൽ പറയാൻ വിചാരിച്ചു. സോ ഫസ്റ്റ് നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് നമുക്ക് ആ സ്ത്രീകൾ അല്ലെങ്കിൽ ആ ഫാൻസുകാർ അവരെന്താ പറയുന്നത് നമുക്ക് ആ വീഡിയോയിലുണ്ട്. നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ്, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ല. സങ്കടകരെ ലാലേട്ടൻ ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല. ലാലേട്ടൻ ഇങ്ങനെ വന്നിട്ട് കാര്യമല്ലോ. ഞങ്ങളെ ആരാധക ഞാൻ കാണുന്ന ആളാ. 8 മണിക്കൊന്ന് വെയിറ്റ് ചെയ്യണം അവിടെ. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ക്ലാസ് കളിച്ച് ഇങ്ങനെ കൈകൊണ്ട് ആരെ മൈൻഡ് ചെയ്യട്ടെ. അതേപോലെ എല്ലാവർക്കും കാട്ടിക്കൂടെ പറഞ്ഞൂടെ. പുലർച്ചയൊക്കെ വന്ന് കാട്ടുന്ന ആൾക്കാരാണ് ഞങ്ങള്. എത്രയോ വയസ്സായ ആൾക്കാർ. ലാലേട്ടനൊന്നും പ്രതികരിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. മമ്മൂട്ടി കാണാൻ വേണ്ടിട്ട് മമ്മൂട്ടി കാണാൻ പറ്റില്ല. മമ്മൂട്ടി ക്ലാസ് താത്തില്ലേ. 8 മണിക്കാത്ത 8 മണി സാക്ഷിയില്ലേ, ഒരു മണി സാക്ഷിയില്ലേ. ഞങ്ങളെ കണ്ട് മോഹൻലാലല്ലേ അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ലാലേട്ടൻ. ലാലേട്ടന്റെ ഗ്ലാസ് ഒന്നും നീക്കിട്ട് ഞങ്ങളിന്ന് കാണാൻ പറ്റില്ല. ഒന്നും പറയണ്ട, ഒന്ന് കാണണമെന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഫാൻസ് കുറച്ച് രോഷാകുലരായ ഫാൻസാണ്, ഭയങ്കര നിരാശയോടുള്ള ഫാൻസാണ്. സോ സംഭവം എന്ന് വെച്ചാൽ ഇവര് ലാലേട്ടൻ മമ്മൂക്ക അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി കാണാൻ വന്ന ആൾക്കാരാണ്, ആരാധകരാണോ ഒരു നോക്ക് കാണാൻ. അത് അവർ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ജീവിതത്തിൽ എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇത്തരമുള്ള അവസരങ്ങൾ നമ്മൾ പോവുക കാണും. നമ്മളിപ്പോ ഞാനായാലും പോവും, എന്താ ലാലേട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളും പോവും. പക്ഷെ അവിടെ എത്തിയിട്ട് അവര് പ്രതീക്ഷിച്ച ആ രീതിയിൽ ലാലേട്ടൻ ഇവരോട് പെരുമാറിയില്ല എന്നതാണ് ഇത് സംഭവം. അതായത് ഇവര് പറയുന്നുണ്ട് മമ്മൂക്ക കാറിന്റെ ഗ്ലാസ് താത്തിയിട്ട് ഒന്ന് കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ലാലേട്ടൻ ചെയ്തിട്ടില്ല. നമ്മൾ അത്രേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, രാവിലെ 8 മണി മുതലേ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ടായിരുന്നു എന്താണ്, നമ്മളല്ലേ ലാലേട്ടനെ ആരാധന ഇല്ലാതെ എന്താണ് ലാലേട്ടൻ നമ്മളെല്ലാവരും മൂപ്പർ അങ്ങനെ ആക്കിയത്. പിന്നെ തമിഴ് നടന്മാരൊന്നും ഇങ്ങനെ ചെയ്യാറില്ല. പിന്നെന്താണ് ലാസ്റ്റ് ഇതിൽ ഇല്ലാത്തൊരു വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം അവർ പറഞ്ഞത് പറഞ്ഞാല് മറ്റു വീട്ടിലുണ്ടായതാണ്. ലാലേട്ടന്റെ പടം ഇനി കാണൂല, നമ്മളിനി പടം കാണുമോ നമ്മൾ തീരുമാനിക്കും, എന്തിനാണ് അങ്ങനെ ചെയ്തത്, നമുക്കൊരു ഹായ് തരാനില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്ന നിരാശ. അപ്പൊ ഈ വീഡിയോ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ലാലേട്ടന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഇതിൽ പ്രതികരിച്ചൊന്നല്ല, ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് കൂടി പറഞ്ഞതാണ്. സോ ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ടോട്ടലായിട്ട് സംസാരിക്കാം. ഓക്കെ. എപ്പോഴും കാണുമ്പോഴേ നമുക്കിപ്പോൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലുപരിയായിട്ട് നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുമല്ലോ. അപ്പം അതിനെയൊക്കെ നിലനിർത്തുന്ന ഒരു ബിസിനസ് കൂടിയാണല്ലോ സിനിമ. ഇപ്പം താരങ്ങളെ ആരാധിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ അതൊക്കെയും ഈ ബിസിനസ്സിൻ്റെ ഭാഗമാണല്ലോ. പക്ഷെ ഇപ്പം നിങ്ങളിപ്പം
പേഴ്സണലി നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലുള്ള ഒരുപാട് നമ്മൾ സന്ദർഭങ്ങൾ കാണും. അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആരാധകർ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതല്ലാതെ ചിലപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ടും ഈ ഒരു താരാരാധന മാറാറുണ്ടല്ലോ. അതിനുവേണ്ടി എപ്പോഴെങ്കിലും ലാലേട്ടൻ ഇങ്ങനെ പറയണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 43 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി എനിക്ക് അന്ന് മുതൽ എത്രയോ ജനറേഷനിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി എൻ്റെ കൂടെ ഫോട്ടോ എടുത്തത് അവരുടെ മകൾ 10ാം ക്ലാസ്സിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭാഗ്യമാണ് അല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ച എത്രയോ പേര് നമ്മൾ ചില എയർപോർട്ട് ഹലോ അങ്കിൾ എന്ന് പറഞ്ഞ് വലിയ മീശയൊക്കെ വെച്ച് ഡോക്ടറാണ്, എയർഫോഴ്സിലാണ്, വലിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം മാറിയ അന്നത്തെ പോലെയല്ല, അന്നത്തെ പോലെ ഒരു ജേർണലിസം അല്ല, അന്നത്തെ പോലെയുള്ള സിനിമകളല്ല, എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈവൻ നമ്മുടെ ഫോണായാലോ നമ്മുടെ ശരീരമായാലോ നമ്മുടെ ഉടുപ്പായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കാൻ പോകില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല, അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പോലല്ല സിനിമ, അവർക്ക് പോയേ പറ്റുള്ളൂ, നമുക്ക് പോകാൻ പറ്റില്ല, ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ ഗുരുവായൂർ കല്യാണത്തിന് പോയി, ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കാറ് നിർത്തി ഗ്ലാസ് താക്കാൻ പറ്റില്ല, പേടിയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് കൊണ്ടുപോകുന്ന ആൾക്കാർ. അല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് സാധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംവേദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇപ്പോൾ ഹരീഷ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല പണ്ട് മുതലേ. പണ്ട് ചില കാര്യങ്ങൾക്ക് പ്രതികരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്ന് നിയമമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു മനുഷ്യനാണ്, നമുക്ക് ഒരുപാട് പിന്നെ മൂഡുകളുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം, അസൗകര്യങ്ങളുണ്ടാകാം. അതിനനുസരിച്ചുള്ള ഒരു റിഫ്ലെക്സാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടെൻഷനാണ്, ചിലപ്പോൾ എന്തെങ്കിലും അയാൾ അതിൻ്റെ ഉള്ളിൽ കൈ വയ്ക്കാം. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർക്കാണ്. അതാണല്ലോ ഇപ്പോൾ പല വലിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ ഉള്ള ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്നത് എന്താണ്? യെസ്. അപ്പം ലാലേട്ടൻ തന്നെ ഇതിന് വ്യക്തമായിട്ടൊരു ലാലേട്ടന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. സോ ഇത് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ എൻ്റെ അഭിപ്രായം ആവണമെന്നില്ല, എല്ലാവരുടെ അഭിപ്രായം പല അഭിപ്രായമുള്ളവരുണ്ടാവും. സോ ഈ ഒരു കേസിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. സോ അത് ആ രീതിയിൽ തന്നെ എടുക്കുക പ്ലീസ്. സോ ഇതിലേക്ക് ഞാൻ വരുന്നത് ഇപ്പൊ ആരാധകരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ആരാധകർ എപ്പോഴും ഒരു ഫാന്റസി വേൾഡിലാണല്ലേ. നമ്മൾ ആരാധിക്കുന്ന ഒരാൾ വരുന്നു, നമ്മുടെ സ്ക്രീനിൽ മാത്രം കാണുന്ന ഒരാൾ നമ്മൾ അടുത്ത് ആരെങ്കിലും എവിടെയെങ്കിലും വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ കാണാൻ പോകും, അതിൽ യാതൊരു കുറ്റവും കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ അവർ നമ്മുടെ അടുത്ത് പെരുമാറണം, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ അവരിൽ നിന്നും ആ ഒരു റിപ്ലൈ ഉണ്ടാവണമെന്ന് നമ്മുടെ ഒരു ശാഠ്യം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് ഒന്നാമത് ഇപ്പൊ ലാലേട്ടൻ വന്നത് ഒരു പ്രൊമോഷൻ, ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഈവന്റ് ആയിട്ടോ വേറെ ലോഞ്ചിങ്ങിലോ കാര്യത്തോ ഉദ്ഘാടനത്തിനോ ഒന്നും അല്ല. ഇത് മൂപ്പര് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന തന്റെ ഒരു ഒറ്റ സുഹൃത്തിന്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പേഴ്സണൽ ഈവന്റ് ആണ് അല്ലെ. അത് മൂപ്പര് കുടുംബത്തോടെ വരുന്നു, കൂടെ എല്ലാവരും ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സണൽ ആ ഒരു സാഹചര്യത്തിൽ മൂപ്പർക്ക് അത് എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് സന്തോഷിപ്പിക്കണമെന്നില്ല, ഒരു ഫാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കരുതി എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെ പോയി സംസാരിക്കണം അല്ലെങ്കിൽ ഒന്ന് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോകണം കാര്യങ്ങളൊന്നുമില്ല. അതൊരു പേഴ്സണൽ ഈവന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. ആ ഒരു പബ്ലിക് ഈവന്റ് ആണെങ്കിൽ ഓക്കെ, എല്ലായിടത്തും പോയി സംസാരിക്കുക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ പേഴ്സണൽ ഈവന്റിലേക്ക് ഒരു പേഴ്സണൽ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു കല്യാണത്തിനായിട്ട് പോകുന്ന ഒരാളുടെ അത് ഇനിയിപ്പോ എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ, എല്ലാവർക്കും അവരെ പേഴ്സണൽ സ്പേസ് ഇല്ലേ. പേഴ്സണൽ ഈവന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാര്യത്തിനായി ഒരു ഈവന്റിൽ പങ്കെടുക്കുന്നു. ആ ടൈമിൽ നമ്മൾ ആ സാഹചര്യത്തിൽ മേ ബി ലാലേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. അതിപ്പോ ലാലേട്ടൻ കുറ്റം പറയാൻ നമുക്ക് എങ്ങനെ പറ്റും? അല്ലെങ്കിൽ ഇന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറണം, നിങ്ങൾ ഇന്ന സാഹചര്യം ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാൻ പാടില്ല നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നിയമമുണ്ട് ഒന്നുമില്ല. സോ അങ്ങനെ ഒരാളെ കയറി ജഡ്ജ് ചെയ്യുന്ന കാര്യത്തുള്ള ഈ പറയുന്ന പോലെ ലാലേട്ടൻ നമ്മുടെ ജാടയാണ്, എന്തിനാണ് അങ്ങനത്തെ പറയുന്നത്? ലാലേട്ടന് നമ്മളല്ലേ ലാലേട്ടൻ നമ്മൾ ആരാധകരുണ്ടായത് കൊണ്ടല്ലേ ലാലേട്ടനാക്കിയത്. നമ്മളിനി സിനിമ കാണില്ല, സങ്കടമൊക്കെ നമുക്ക് മനസ്സിലാവും, നമുക്ക് കാണാൻ പറ്റിയ ഓക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു, ആ കാറിന് ഇറങ്ങി വരുമ്പോ തന്നെ ലാലേട്ടൻ ആ മുണ്ട് ഇങ്ങനെ ഇറക്കിയിട്ട് എല്ലാവരോടും ഒരു നമസ്കാരം അല്ലെങ്കിൽ ഒരു എല്ലാവരെയും കണ്ടതുപോലെ കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഇപ്പൊ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മോഹൻലാൽ വ്യക്തി അങ്ങനെ ചെയ്യണം എന്ന് ചാടിപിടി നമുക്ക് പറ്റൂ? ഒരിക്കലും ഇല്ല. പിന്നെ
നമുക്കറിയാം ലാലേട്ടന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ മൂപ്പര് കുറച്ചൊരു ഷൈ മനോഭാവം, ഒരു നാണക്കേടൊക്കെ ഒരു ഷൈ ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പാണ്. പല ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മൂപ്പര് അധികം കയറി സംസാരിക്കാറില്ല, അങ്ങനെ അങ്ങനെ തമാശ പറയുക കൂടെ അങ്ങനെ ചിരിക്കുന്നത് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ അല്ല അത്തരത്തിലുള്ള ആൾക്കാരോട് മാത്രമേ അങ്ങനെ പെരുമാറാറുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു സംഭവം മീഡിയ ക്യാമറ എല്ലാം കൂടി വരുന്ന സമയത്ത് മൂപ്പർക്ക് അങ്ങനെ പ്രതികരിക്കണം തോന്നിയിട്ടുണ്ടാവില്ല. ദാറ്റ്സ് അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ പോണ്ട എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. പിന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു 10-40 വർഷമായിട്ട് സിനിമ വേൾഡിലുള്ളതാണ്, സിനിമ ലോകത്തുള്ളവരാണ്. ഓരോ ദിവസം എത്രയോ ആൾക്കാരായിട്ട് കാണുന്നു, എത്രയോ ഫാൻസുമായിട്ട് കാണുന്നു, പല പരിപാടികളിലും അല്ല അവരുമായിട്ട് ഇടപെടുന്നു, സംസാരിക്കുന്നു, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഇതിനിടക്ക് തന്നെ ഉണ്ട് എത്രയോ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കും. സോ അങ്ങനെയൊക്കെ എത്രയോ ആൾക്കാർ സന്തോഷിപ്പിച്ചുകൊണ്ട് കൂടെ രസിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്ന ഒരാൾ മനുഷ്യനാണ്. അങ്ങനെ ഒരാൾ മനഃപൂർവ്വം ഒരു ഫാൻസിനെ ഒഴിവാക്കി അല്ലെ എന്ന് പറയാൻ ഒരിക്കലും ആവില്ല. അങ്ങനെ പറയരുത്, അത് നമ്മുടെ ഇമ്മച്ചുവർ ആയിട്ടൊരു വർത്തമാനമാണ് അത്. സോ പിന്നെ അതിലുപരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്ര വലിയ സെലിബ്രേറ്റ് ആയാലും നമ്മളൊരു പേഴ്സണൽ സ്പേസ് അവർക്ക് കൊടുക്കുക അല്ലെ. അവർക്കും നമ്മളെപ്പോലെ ഒരു പച്ച മാംസം അല്ലെങ്കിൽ ചുവന്ന രക്തമുള്ള ആൾക്കാർ തന്നെയാണ്. റോബോട്ടിക് ആയിട്ട് അവരിങ്ങനെ ഫീഡ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് നടക്കുന്നവരൊന്നല്ല. അവർക്ക് മൂഡ് സ്വിംഗ് വരാം, സന്തോഷം വരാം, ദേഷ്യം വരാം, പല പല സിറ്റുവേഷൻ മാനസികാവസ്ഥയിലൂടെ പോകുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ അവരൊരു പൊതുരീതിയിലോ അങ്ങനെ ഈവന്റിലോ കാണുമ്പോൾ സമയത്ത് നമ്മൾ വിചാരിക്കുമോ നമുക്കൊരു ഫാന്റസി ഉണ്ടാവും, കാണുന്നു, സംസാരിക്കണം, ഫോട്ടോ എടുക്കണം. പക്ഷെ അവരേത് മാനസികാവസ്ഥയിലാണ് അവർ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ ഒരു രീതിയിലായിരിക്കും അവര് പെരുമാറുക. അങ്ങനെ ചിലപ്പം ചില ആൾക്കാരോട് ഹായ് പറയാതെ അങ്ങനെ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി അങ്ങനെ സംഭവിച്ചു പോകും അല്ലെ. എന്ന് കരുതി ഒരാള് വെറുതെ തേജോവധം ചെയ്യുക, വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ പറയാം അല്ലെ. മൂപ്പർക്ക് എത്രയോ ആൾക്കാരെ കണ്ട് സംസാരിക്കുന്നവരാണ്, ഒരിക്കലും മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യില്ല. പിന്നെ മൂപ്പർക്ക് പേടി ഉണ്ടാവും അല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റും. മൂപ്പര് പറഞ്ഞ പോലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചില്ല, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും ഷെയ്ക്കാൻഡ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് മനസ്സിൽ തോന്നാം ഇല്ലേ. പെട്ടെന്നൊരു കാര്യം സംഭവിച്ചാൽ എന്താ ചെയ്യും ഒരാൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെരുമാറി, വളരെ ഡേഞ്ചർ ആയിട്ട് എന്താ ചെയ്യാം. സോ അതെല്ലാം അവരെ പേഴ്സണൽ കാര്യങ്ങൾ, അവർ കൈ കൊടുക്കണോ, ടാറ്റ പറയാനോ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക് പോകണോ, സംസാരിക്കണോ എന്നുള്ളത് ഓരോരാളുടെയും വ്യക്തിപരമായിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്ക് ക്ലാസ് സംസാരിച്ചു, ഓക്കെ, നമുക്ക് സംസാരിക്കാൻ തോന്നി സംസാരിച്ചു. അല്ല ലാലേട്ടൻ അത് ആ സാഹചര്യത്തിൽ അങ്ങനെ മേ ബി പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല, അങ്ങനെ സംസാരിക്കും, അത്രയേ ഉള്ളൂ. അതിലൊരു കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് എന്ന് കരുതി ആ മനുഷ്യനെ എടുത്ത് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ആ മനുഷ്യന് പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക, എല്ലാവർക്കും പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക. അവരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രൈവറ്റ് മൊമെന്റുകൾ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഒരിക്കലും ഒരു സാധാരണക്കാരെ പോലെ പെരുമാറാൻ പറ്റില്ല. ബിക്കോസ് നാളെ ഒരു രാവിലെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് മീനും പച്ചക്കറിയൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ കുടുംബമായിട്ടൊന്ന് സിനിമക്ക് പോകണം, ഒന്ന് ഹോട്ടലിൽ പോയിട്ട് മനസ്സമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, അവർക്കാവില്ല. കൂടെ ക്യാമറകൾ ഉണ്ടാവും, മാധ്യമങ്ങൾ ഉണ്ടാവും, ഫാൻസ് വരും, സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം. സോ അതൊക്കെ വെച്ചിട്ട് അവർ എപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും മിസ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഒരു പ്രൈവറ്റ് സ്പേസ് അല്ല സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ്, നമ്മൾ പ്രൈവറ്റ് ടൈം കിട്ടുക എന്നുള്ളത് അതൊരിക്കലും കിട്ടാതെ പോകുന്നുണ്ട്. അതിനുള്ള ഫ്രസ്ട്രേഷൻസ് കുറെ ആൾക്കാർ കാണിക്കുന്നുണ്ട് ഇല്ലേ. സോ നമുക്ക് എല്ലാവരും മനുഷ്യരായിട്ട് കാണുക, എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കുക. ആരാധനയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഒന്നും നല്ല എന്താ പറയുന്നില്ല. പക്ഷെ സാഹചര്യത്തിനനുസരിച്ച് പറയാനും പെരുമാറാനും നമ്മൾ പഠിക്കുക, അത്രേ ഉള്ളൂ. സോ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. So thank you so much guys for watching me again and signing off.